देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। हरे कृष्ण। നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എസ് ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദർ വിവർത്തനവും ഭാവാർത്ഥവും നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തിലെ 16-ാമത്തെ അധ്യായം ദേവാസുര ഭാഗമാണ് വായിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ ഭഗവാൻ ദൈവിക സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദൈവിക സ്വഭാവത്തിലെ 26 ക്വാളിറ്റീസ്, ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആസുരിക സ്വഭാവത്തിനെ കുറിച്ച് ഭഗവാൻ ചുരുക്കി പറഞ്ഞു. ആസുരിക സ്വഭാവം ഈ ഭൗതിക ലോകത്തിൽ കൂടുതൽ നമ്മളെ കുടുക്കിയിടുന്നതാണെന്നും ദൈവിക സ്വഭാവമുള്ളവർക്കാണ് ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ഉയർന്ന് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒന്നുകിൽ ദൈവിക സ്വഭാവമുള്ളവരായിരിക്കും, അതല്ലെങ്കിൽ ആത്മീയ സ്വഭാവം, അല്ലെങ്കിൽ ഒന്നുകിൽ ദൈവിക സ്വഭാവമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ആസുരിക സ്വഭാവമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുനന് ദൈവിക സ്വഭാവമാണുള്ളത്, അതുകൊണ്ട് അർജുനൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്നും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാൻ പറഞ്ഞു, ദൈവിക സ്വഭാവത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ചു പറഞ്ഞു. അസുരിക സ്വഭാവത്തെ കുറിച്ച് ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ആ അസുരിക സ്വഭാവത്തെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം എന്താണ്? ഈ അസുരിക സ്വഭാവം നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിലൊക്കെ കടന്നു ഇരിക്കുന്നുണ്ടാകും. നമ്മൾക്കറിയാൻ സാധിക്കുന്നില്ല അത് ആസുരിക സ്വഭാവമാണ്. അതിനറിയാതെ നമ്മൾ വളർത്തിക്കൊണ്ടുവരും. അങ്ങനെ ആ സ്വഭാവം കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കുടുങ്ങിപ്പോകും. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ ആസുരിക സ്വഭാവമാണോ ദൈവിക സ്വഭാവമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഭഗവാൻ ആസുരിക സ്വഭാവത്തിനെ വിശദമായിട്ട് പറഞ്ഞു തരാം എന്നാണ് പറയുന്നത്. 7-ാമത്തെ ശ്ലോകം മുതൽ ഭഗവാൻ ആസുരിക സ്വഭാവത്തെ കുറിച്ച്, ഓരോ സ്വഭാവത്തെ കുറിച്ച് വിശദമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വായിക്കാനുള്ളത് 7-ാമത്തെ ശ്ലോകം മുതലാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുര ന ശൗചം നാഭി ച ആചാരോ ന സത്യം തേഷു വിദ്യതേ. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാ ന വിദുരാസുരാഃ ന ശൗചം നാഭി ച ആചാരോ ന സത്യം തേഷു വിദ്യതേ. നമുക്ക് ശ്ലോകമായി വിവർത്തനം ഭാവാർത്ഥം വായിക്കാം. അതിനുശേഷം നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജയ ശ്രീ മാധുജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാന്ന വിദുരാസുരാ ന ശൗചം നാപി ചാചാരോ ന സത്യം തേഷു വിദ്യതേ. വിവർത്തനം. ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യരുതാത്തതെന്തെന്നോ അസുര സ്വഭാവികൾക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധിയോ നല്ല പെരുമാറ്റമോ സത്യസന്ധതയോ അവർക്കില്ല. ഭാവാർത്ഥം. ജയ ശ്രീല പ്രഭുപാദ്. പരിഷ്കൃത ജനസമൂഹങ്ങളിലെല്ലാം പണ്ടു മുതൽക്കേ അനുസരിച്ചു പോരുന്ന ചില ധർമ്മശാസ്ത്ര നിബന്ധനകൾ ഉണ്ടാവും. വൈദിക സംസ്കാരം സ്വീകരിച്ചവരും ഏറ്റവും പരിഷ്കൃത ജനതയെന്ന് പ്രസിദ്ധിയുള്ളവരുമായ ആര്യന്മാരുടെ ഇടയിൽ വേദപ്രോക്തങ്ങളായ ആചാരങ്ങൾ അനുസരിക്കാത്ത കൂട്ടരെ ആസുര സ്വഭാവികളെന്ന് കരുതിപ്പോന്നു.
ധർമ്മശാസ്ത്ര നിയമങ്ങൾ അവർക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞനുസരിക്കണമെന്ന് ആഗ്രഹവുമില്ല. പലർക്കും അറിവില്ല. അറിഞ്ഞവർക്ക് അനുസരിക്കാൻ സന്നദ്ധതയോ വിശ്വാസമോ ഇല്ല. അതിനാൽ വേദനിർദ്ദേശങ്ങൾക്ക് അവർ വഴങ്ങുകയുമില്ല. ബാഹ്യമായോ ആന്തരമായോ ഉള്ള ശുചിത്വവും ഈ അസുരന്മാർക്കില്ല. കുളി, പല്ലുതേപ്പ്, വസ്ത്രം മാറ്റൽ മുതലായവ പതിവായി ചെയ്ത് ശരീരം ശുദ്ധമാക്കി വെക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അതത്രേ ബാഹ്യശുദ്ധി. ആന്തരശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എപ്പോഴും ഭഗവാന്റെ തിരുനാമങ്ങൾ സ്മരിക്കുകയും മഹാമന്ത്രം ജപിക്കുകയും വേണം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഈ രണ്ടുതരം ശുചിത്വത്തെയും ആസുര സ്വഭാവികൾ ഇഷ്ടപ്പെടുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല. മനുഷ്യന്റെ പെരുമാറ്റങ്ങൾക്ക് നിർദ്ദിഷ്ടങ്ങളായ അനവധി നിബന്ധനകളുണ്ട്. മനുഷ്യവർഗത്തിന്റെ ഒട്ടാകെ നിയമഗ്രന്ഥമാണ് മനുസംഹിത. ഇന്നും പൈതൃക അവകാശം മുതലായ നിയമവിഷയങ്ങളിൽ ഹിന്ദുക്കൾ ഈ സംഹിതയെയാണ് ആശ്രയിക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പാടില്ലെന്ന് മനുസംഹിത വ്യക്തമായി പറയുന്നു. അവരെ അടിമകളെ പോലെ കരുതണമെന്നല്ല ഇതിന്റെ അർത്ഥം, കുട്ടികളെ പോലെ നോക്കണമെന്നാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തത് കൊണ്ട് അവർ അടിമകളെ പോലെ കരുതപ്പെടുന്നു എന്നർത്ഥമില്ല. ഇത്തരം പ്രമാണങ്ങളെ അസുരന്മാർ ഇന്ന് തിരസ്കരിച്ചു കഴിഞ്ഞു. പുരുഷന്മാർക്കുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കും വേണമെന്നാണ് അവരുടെ വാശി. ഏതായാലും ഇത് ലോകത്തിൽ പൊതുവെയുള്ള സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടുതൽ മെച്ചമാക്കിയിട്ടില്ല. വാസ്തവത്തിൽ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും സ്ത്രീക്ക് സുരക്ഷിതത്വം ആണ് ആവശ്യം. ബാല്യത്തിൽ പിതാവും യൗവനത്തിൽ ഭർത്താവും വാർദ്ധക്യത്തിൽ പ്രായം തികഞ്ഞ പുത്രനും സ്ത്രീയുടെ രക്ഷ കയ്യേൽക്കണം. മനുസംഹിത വിധിക്കുന്ന ശരിയായ സാമൂഹ്യ നിയമമാണിത്. ആധുനിക വിദ്യാഭ്യാസം സ്ത്രീ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു പൊള്ളയായ ധാരണ കൃത്രിമമായി ആവിഷ്കരിക്കുകയാൽ വിവാഹം എന്നത് സമൂഹത്തിന് കേവലം ഒരു ഭാവനയായി. സ്ത്രീയുടെ ധാർമ്മിക നിലവാരവും ഇന്ന് ഉത്കൃഷ്ടമായെന്ന് പറയാൻ വയ്യ. ആസുര പ്രകൃതിയുള്ളവർ സാമൂഹ്യ നന്മയ്ക്കുതകുന്ന ഏത് പ്രമാണത്തെയും എതിർക്കുകയേയുള്ളൂ. ഋഷീശ്വരന്മാരുടെ അനുഭവജ്ഞാനത്തെ അംഗീകരിക്കാത്തത് കൊണ്ടും അവർ നിർദ്ദേശിച്ച നിയമങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടും അസുരന്മാരുടെ സാമൂഹ്യ സ്ഥിതി എത്രയും ശോച്യമായിരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. യെസ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാഃ വിദുര അസുര ന ശൗചം ന അഭിചാചാരോ ന സത്യം തേഷു വിദ്യതേ. ഭഗവാൻ ആസുരികമായിട്ടുള്ള ഓരോ സ്വഭാവത്തിനെ കുറിച്ച് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്. ആദ്യം ഭഗവാൻ പറയുന്നത് ആസുരിക സ്വഭാവത്തിന്റെ ലക്ഷണമായിട്ട് പ്രവൃത്തിം ച നിവൃത്തിം ച ജനാഃ വിദുര അസുര. പ്രവൃത്തിയും നിവൃത്തിയും അവർക്ക് അറിയുന്നില്ല എന്നാണ് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദനിർദ്ദേശം അനുസരിച്ചുള്ള കർമ്മങ്ങളെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. വേദങ്ങൾ അനുസരിച്ചിട്ടുള്ള പ്രവൃത്തി അല്ലെങ്കിൽ കർമ്മങ്ങൾ, അതിനാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. നിവൃത്തി എന്ന് ഇവിടെ പറയുന്നത് എന്താണ് ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ. അത് രണ്ടും ഈ അസുരന്മാർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് അവർക്ക് വകതിരിവില്ല. അവരെന്താണ് പറയുന്നത്? എന്ത് വേണമെങ്കിലും ചെയ്യാം, അതാണ് അവരുടെ പോളിസി, അല്ലെ? നിങ്ങൾക്ക് ഒരൊറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ അടിച്ചു പൊളിച്ച് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതൊക്കെ ചെയ്യും, അതാണ് അവരുടെ പോളിസി. പക്ഷെ മനുഷ്യന്മാർക്ക്, സംസ്കാരമുള്ള മനുഷ്യർക്ക് ചില പ്രത്യേക നിയമങ്ങൾ, വ്യവസ്ഥകൾ അനുസരിക്കേണ്ടതുണ്ട് അവരുടെ സാമൂഹികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടി. ആ നിയമങ്ങളൊന്നും അനുസരിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത്. പ്രവൃത്തിയും നിവൃത്തിയും അവർക്ക് ബാധകമല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു ചിന്ത, അത് ആസുരികമായിട്ടുള്ള ചിന്തയാണ്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് ചിന്തിക്കുന്നത് ആസുരികമായിട്ടുള്ള ചിന്തയാണ്. പ്രവൃത്തിം ച നിവൃത്തിം ച ജനാഃ വിദുരാസുര. അവർക്ക് അറിയുന്നില്ല, അവർക്ക് അറിയാൻ താല്പര്യമില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അവരൊരിക്കലും ചോദിക്കില്ല. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ, എനിക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പ്രവർത്തിക്കും, അതാണ് എൻ്റെ ഒരു പോളിസി.
അങ്ങനെയാണ് അവര് ചിന്തിക്കുന്നത്. ന ശൗചം ന അഭിച്ഛാചാരോ ന സത്യം തേഷു വിദ്യതേ. ന ശൗചം, അസുരന്മാരെ തിരിച്ചറിയാൻ പറ്റുന്ന മറ്റൊരു സ്വഭാവമാണ് അവർക്ക് ശുചിത്വത്തിൽ തീരെ താല്പര്യം ഉണ്ടാകുന്നത്. ശുചിയായിരിക്കണം എന്നവര് ചിന്തിക്കുന്നില്ല. ന ശൗചം, രണ്ടു തരം ശൗചത്തിനെ കുറിച്ച് ശീല പ്രഭാതർ പറഞ്ഞു തരുന്നുണ്ട്. ബാഹ്യമായിട്ടുള്ള ശൗചവും ആന്തരികമായിട്ടുള്ള ശൗചം. ബാഹ്യമായിട്ടുള്ള ശൗചത്തിന് കുളി, അതേപോലെ പല്ലുതേപ്പ്, ഇങ്ങനെയുള്ള നമ്മുടെ വസ്ത്രം മാറുന്നത്, ഇതൊക്കെ ചെയ്താൽ ബാഹ്യമായിട്ടുള്ള ശുചിത്വം ഉണ്ടാകും. ദിവസവും 2 നേരം കുളിക്കുന്നത്, അല്ലെ രാവിലെയും വൈകുന്നേരം മിനിമം കുളിക്കുന്നത് ശുചിത്വത്തിന്റെ ഭാഗമാണ്. അതേപോലെ നമ്മൾ കിച്ചണിൽ എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ മുന്നേ രാവിലെ എഴുന്നേറ്റ് നേരെ കുളിക്കാതെ കിച്ചണിൽ കയറുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ മുന്നേ കുളിക്കുന്നത് ശുചിത്വത്തിന്റെ ഭാഗമാണ്. അതേപോലെ നമ്മൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കുളിക്കുന്നത് ശുചിത്വത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള ശുചിത്വമാണ്. അതേപോലെ കുളിച്ചു കഴിഞ്ഞാൽ വീണ്ടും പഴയ വസ്ത്രം അണിയുന്നത്, വസ്ത്രം മാറ്റാതെ വീണ്ടും പഴയ വസ്ത്രം അണിയുന്നത്, അതൊക്കെ അശുചിയായിട്ടുള്ള കാര്യം. നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ വൃത്തിയാകാതിരിക്കുന്നത്, ഭക്ഷണം കഴിച്ച സ്ഥലം പിന്നെ അവിടെ എച്ചിലാണ്, എച്ചില് വീണ്ടും ചവിട്ടി നടക്കും, അവിടെ വൃത്തിയാകാതിരിക്കുന്നത്, ഇതൊക്കെ അശുചിയെ എന്ന് പറയും. അശുചിയെ. അപ്പൊ എന്താണ് ശുചി, എന്താണ് അശുചി എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർക്ക് അങ്ങനെ ശുചിത്വം വേണമെന്ന് താല്പര്യമില്ല. കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പെർഫ്യൂം അടിച്ചാൽ മതി, ശരിയായിക്കോളും എന്നാണ് വിചാരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ന ശൗചം, ശുചിത്വത്തിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല. ന ശൗചം. ആന്തരികമായിട്ടുള്ള ശുചിത്വം നാമജപത്തിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത്. ആന്തരിക ശുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ ശുദ്ധിയാണ്. മനസ്സിന്റെ ശുദ്ധി നാമജപത്തിലൂടെ നമ്മൾക്ക് ലഭിക്കും. ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചാൽ മതി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശുദ്ധിയായിക്കോളും. ഇതിൽ രണ്ടിലും ദൈവിക സ്വഭാവമുള്ള ആളുകൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കും. ആസുരിക സ്വഭാവമുള്ളവർ ഈ കാര്യത്തിൽ യാതൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ന ശൗചം ന അഭിച്ഛാചാരോ, ആചാരങ്ങൾ. മനുഷ്യനായി കഴിഞ്ഞാൽ ചില ആചാരങ്ങളും നിയമങ്ങളൊക്കെ പാലിക്കേണ്ടതുണ്ട്, അല്ലെ? കുടുംബത്തിലാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട്. കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, കുട്ടികൾ അച്ഛനമ്മമാരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, മുതിർന്ന വ്യക്തികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്. അതിന് ഒരു പെരുമാറ്റ ശീലമുണ്ട്. എല്ലാവരോടും ഒരേപോലെ പെരുമാറുന്നതല്ല നമ്മുടെ ശൈലി. എല്ലാവരും ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയും. ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. അച്ഛനും മക്കളാണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സാണ്. പക്ഷെ അത് കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അല്ല, അവസാനം പിന്നെ അവര് അച്ഛനും അമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്ത അവസ്ഥയിൽ എത്തിച്ച്. ഇങ്ങനെയൊന്നും ശീലിക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് പെരുമാറ്റമൊന്നുമില്ല. ഞങ്ങൾക്ക് എല്ലാവരും ഒരേപോലെയാണ് എന്നവര് ചിന്തിക്കും. അതാണ് ആചാരം എന്ന് പറയുന്നത്. ആചാരം, ആചാരങ്ങളൊന്നും ശീലിക്കണമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ഒരുപോലെയാണെന്ന് വിചാരിക്കും. എന്നാ സത്യം ദേശവിദ്യത, കള്ളം പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. ചിരിച്ചുകൊണ്ട് ആളുകളെ കള്ളം പറഞ്ഞ് പറ്റിക്കാൻ സാധിക്കും. അതും ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതെല്ലാം വളരെ കോമൺ ആണ്. അപ്പൊ ഇതാണോ ആസുരികമായിട്ടുള്ള സ്വഭാവം? ഇത് എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, ഇത് നമ്മുടെ ഉള്ളിലും ഉണ്ടല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ആസുരികമായിട്ടുള്ള സ്വഭാവമാണ്. അത് ഇന്ന് 99% ഭൂരിപക്ഷത്തിലും വർദ്ധിച്ചത് കൊണ്ട് അത് വളരെ സാധാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണമായതുകൊണ്ട് അത് നല്ല സ്വഭാവമാകുന്നില്ല. അത് ആസുരികമായിട്ടുള്ള സ്വഭാവമായിട്ട് തന്നെയാണ് ഭഗവാൻ പറയുന്നത്. ആസുരികമായിട്ടുള്ള സ്വഭാവം നമ്മളെ
കൂടുതൽ കുഴപ്പത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് ഭഗവാൻ നേരത്തെ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിലുള്ള ആസുരിക സ്വഭാവം വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കും സമാധാനം ഉണ്ടാകുന്നില്ല, ജീവിതത്തിൽ സമാധാനം ലഭിക്കുന്നില്ല. ദൈവിക സ്വഭാവത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. എന്നാ സത്യം പറയാ അസത്യം പറയുന്നത് വളരെ എളുപ്പത്തിൽ, വളരെ ശീലമാക്കി എടുക്കും. യഥാർത്ഥ ഒരു ബ്രാഹ്മണൻ തനിക്ക് ആപത്തുണ്ടെങ്കിൽ പോലും അസത്യം പറയുകയില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. ദ്രോണാചാര്യൻ, അദ്ദേഹം ബ്രാഹ്മണന്റെ സ്വഭാവം കാണിച്ചു. അദ്ദേഹത്തിനെ വധിക്കാൻ പോകുന്ന ശിഷ്യനാണെന്ന് അറിഞ്ഞിട്ട് പോലും അദ്ദേഹം ദൃഷ്ടദ്യുമ്നനെ ശിഷ്യനാക്കി എടുത്തു. ദ്രുപദന്റെ പുത്രനെ ശിഷ്യനായി സ്വീകരിച്ചു. ഇദ്ദേഹമാണ് എന്നെ വധിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞിട്ടും എല്ലാവിധ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു ശിഷ്യനെ വിദ്യ ചോദിച്ചു വന്നു കഴിഞ്ഞാൽ ശിഷ്യനെ സ്വീകരിക്കേണ്ടതും അറിയുന്ന വിദ്യയൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതും ഒരു അധ്യാപകന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ അത് അദ്ദേഹം അതേപടി ചെയ്തു. അതാണ് സത്യസന്ധത എന്ന് പറയാം. പക്ഷെ ഇന്ന് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും നമ്മൾ കള്ളം പറഞ്ഞ് ശീലിക്കുന്നു. അത് നമ്മുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് മാറും. അസത്യം ഒരു ആസുരികമായിട്ടുള്ള സ്വഭാവമായിട്ടാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സത്യം തേഷു വിദ്യത. പിന്നെ അവർക്ക് ഈ ശാസ്ത്രങ്ങളിലൊന്നും വിശ്വാസം ഉണ്ടാകുന്നില്ല. ഈ ശാസ്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങളൊക്കെ അസത്യം തന്നെയാണ്, അതിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകം കൂടി വായിക്കാം. ഇതുമായിട്ട് കണക്ട് ചെയ്ത ശ്ലോകമാണ്. അസത്യം അപ്രതിഷ്ഠം തേ ജഗതാഹു അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് നാമ ഐതുകം. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ, അതിനുശേഷം നമുക്ക് ഡിസ്കസ്. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഗീതമാതാജി വായിച്ചു. അസത്യം അപ്രതിഷ്ഠം തേജാഹു അനീശ്വരം അപരസ്പരം സംഭൂതം കിം അന്യത് കാമകൗതുകം. ഹരേ കൃഷ്ണ. ഈ പ്രപഞ്ചം അസത്യവും അടിസ്ഥാനരഹിതവുമാണെന്നും അതിന് നിയന്താവായി ഒരു ഈശ്വരനില്ലെന്നും അവർ പറയുന്നു. ലൈംഗിക അഭിലാഷം മാത്രമാണ് ഇതിന്റെ ഉൽപ്പത്തിക്ക് കാരണമെന്നും കാമമല്ലാതെ മറ്റൊന്നും കാരണമായിട്ടില്ലെന്നുമാണ് അവർ പറയുന്നത്. ഭാവാർത്ഥം. ജയ് പ്രഭുപാദ്. അസുര സ്വഭാവികൾ പ്രപഞ്ചത്തെ ഒരു മായക്കാഴ്ച എന്ന് കരുതുന്നു. കാരണമോ കാര്യമോ നിയന്താവോ ഉദ്ദേശ്യമോ അതിനില്ല. എല്ലാം മിഥ്യയാണ്. യാദൃച്ഛികമായ ഭൗതിക കർമ്മങ്ങളുടെയും അവയുടെ പ്രതികരണങ്ങളുടെയും ഫലമായി ആവിഷ്കാരമുണ്ടാവുന്നു. ഈശ്വരൻ ഒരു പ്രത്യേക ഉദ്ദേശ്യത്തോടെ സൃഷ്ടിച്ചതല്ല ഇത് എന്നും അവർ കരുതുന്നു. അവർക്ക് അവരുടേതായ തത്വശാസ്ത്രമാണുള്ളത്. പ്രപഞ്ചം തനിയെ ഉളവായി എന്നല്ലാതെ അതിന്റെ ഉത്ഭവത്തിനു പിറകിൽ ഒരു ഈശ്വരനുണ്ടെന്ന് വിശ്വസിക്കാനും അവർ കാരണം കാണുന്നില്ല. ജഡ പദാർത്ഥത്തിനും ജീവനും തമ്മിൽ വ്യത്യാസമില്ല. അവരുടെ ദൃഷ്ടിയിൽ പരമാത്മാവിനെ അവർ അംഗീകരിക്കുന്നില്ല. എല്ലാം ജഡപദാർത്ഥം തന്നെ ബ്രഹ്മാണ്ഡമാകെ ഒരജ്ഞാനഗോളമത്രേ. സർവം ശൂന്യം. ആവിഷ്കാരങ്ങളെല്ലാം നമ്മുടെ വീക്ഷണത്തിൽ അന്തർഭൂതമായ അജ്ഞാനത്തിന്റെ സൃഷ്ടികൾ, വിഭിന്ന ആവിഷ്കാരങ്ങൾ അത്രയും ആ അജ്ഞാനത്തിന്റെ പ്രദർശനങ്ങൾ തന്നെ എന്നവർ ഉറയ്ക്കുന്നു. വാസ്തവത്തിൽ ഇല്ലാത്ത പലതിനെയും സ്വപ്നത്തിൽ നമ്മൾ കാണുന്നത് പോലെയാണിത്. ഉണരുമ്പോൾ മാത്രമാണ് അവ അയഥാർത്ഥങ്ങളെന്ന് മനസ്സിലാവുന്നത്. എന്നാൽ ജീവിതം ഒരു സ്വപ്നമാണെന്ന് അസുരന്മാർ പറയുമെങ്കിലും ആ സ്വപ്നത്തെ ആസ്വദിക്കാനുള്ള കഴിവ് അവർക്ക് വേണ്ടത്രയുണ്ട്. അങ്ങനെ ജ്ഞാനം സമ്പാദിക്കുന്നതിന് പകരം അവർ സ്വപ്നലോകത്തിൽ അധികം കുടുങ്ങിപ്പോകുന്നു. ഒരു കുട്ടി ജനിക്കുന്നത് സ്ത്രീ പുരുഷ സംയോഗത്തിൽ നിന്ന് മാത്രമാണെന്നതുപോലെ ആത്മാവിനെ
കൂടാതെയാണ് ഈ പ്രപഞ്ചം പ്രത്യക്ഷമായതെന്ന് അവർ അനുമാനിക്കുന്നു. ഭൗതിക പദാർത്ഥത്തിന്റെ ഒരു സമ്മിശ്രണത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി. ആത്മാവിന്റെ നിലനിൽപ്പിനെ കുറിച്ചുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. അനേകം ജീവികൾ വിയർപ്പിൽ നിന്നുമുണ്ടാകുന്നു. മരിച്ച ശരീരത്തിൽ നിന്നും കാരണം കൂടാതെ ജീവികൾ ഉണ്ടായി കാണാറുണ്ട്. വിശ്വാവിഷ്കാരത്തിലും അങ്ങനെ തന്നെ ഭൗതിക പദാർത്ഥങ്ങളുടെ സമ്മിശ്രണ വൈവിധ്യത്താൽ ജീവികളെല്ലാം പിറന്നുകൊണ്ടിരിക്കുന്നു. ഭൗതിക പ്രകൃതി അല്ലാതെ ഈ വിശ്വസർഗത്തിന് മറ്റൊരു കാരണമില്ല. ഇതൊക്കെയാണ് അക്കൂട്ടരുടെ വിശ്വാസം. മായാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. ഈ ഭൗതിക ലോകമെല്ലാം എൻ്റെ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്ന ഭഗവത്ഗീതയിലെ കൃഷ്ണന്റെ വചനങ്ങളെ അവർ വിശ്വസിക്കുന്നില്ല. ആസുര സ്വഭാവികൾക്ക് പ്രപഞ്ച സൃഷ്ടിയെപ്പറ്റി പൂർണ്ണമായ അറിവ് ഇല്ലെന്നു തന്നെ പറയാം. ഓരോരുത്തർക്കും തൻ്റെതായൊരു സിദ്ധാന്തമാണുള്ളത്. അവരുടെ ദൃഷ്ടിയിൽ ധർമ്മശാസ്ത്രങ്ങളുടെ ഭാഷ്യങ്ങളെല്ലാം മെച്ചപ്പെട്ടവ തന്നെ. ധർമ്മഗ്രന്ഥങ്ങളുടെ അനുശാസനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ലീല മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഭഗവാൻ തുടർന്ന് അസുരന്മാരുടെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. അസത്യം അപ്രതിഷ്ഠം കെ ജഗതാവു അനീശ്വരം അപരസ്പര സംഭൂതം കിം അന്യം നാമഹൈത. അസത്യം, ഈ ലോകം മുഴുവൻ അസത്യമാണെന്നാണ് അവർ പറയുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് പുറകിൽ ഒരു ഈശ്വരനുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അസത്യം അപ്രതിഹതം, അസത്യം അപ്രതിഷ്ഠം തേ ജഗതാവോ അനീശ്വരൻ. ഈ സൃഷ്ടിക്ക് പുറകിൽ ഒരു ഈശ്വരനൊന്നുമില്ല, തട്ടിപ്പ് പറയുന്നതാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. ജഗതാവോ അനീശ്വരം, ഇത് അങ്ങനെ താനേ ഉണ്ടായതാണ്. ഈ ലോകം എങ്ങനെയാണ് ഉണ്ടായത്? അത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അത് താനേ ഉണ്ടായതാണ്. അത് യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. അല്ലെങ്കിൽ അതൊരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായതാണ്. ഇന്നത്തെ ശാസ്ത്രം പോലും അങ്ങനെയാണ് പറയുന്നത്. വലിയൊരു പൊട്ടിത്തെറിയിലൂടെ ഈ ലോകമുണ്ടായി എന്ന് പറയുന്നത്. അങ്ങനെ താനേ ഉണ്ടായി എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ലോകമുണ്ടായി എന്ന് പറയുന്നതിനും ഒരു വലിയ ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല. പിന്നെ അത് ആർക്ക് വേണമെങ്കിലും ഊഹിച്ചു പറയാവുന്നതേ ഉള്ളൂ. താനേ ഉണ്ടായി എന്ന് പറയുന്നതിന് എന്തിനാണ് ശാസ്ത്രം? അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ ലോകമുണ്ടായി എന്ന് പറയുന്നതിന് എന്തിനാണ് ഇത്രയും വലിയ ശാസ്ത്രത്തിന്റെ ആവശ്യം? അപ്പോൾ ഈ പ്രപഞ്ചം താനേ ഉണ്ടായി എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്രതിഷ്ഠം, ഇതിന്റെ പുറകിൽ ആരുമില്ല. അവർ ശരീരത്തിനെ കുറിച്ചും ജീവനെ കുറിച്ചും അങ്ങനെ തന്നെയാണ് വിചാരിക്കുന്നത്. ഈ ശരീരത്തിൽ ഒരു ജീവാത്മാവൊന്നുമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. ജീവനില്ല. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാസവസ്തുവാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. രാസവസ്തുവിൽ നിന്നാണ് ജീവൻ ഉണ്ടായത്. അല്ലാതെ പ്രത്യേകിച്ച് ശരീരത്തിൽ ജീവനോ അല്ലെങ്കിൽ ജീവാത്മാവോ ഒന്നുമില്ല. അസത്യം, അതെല്ലാം ഒരു തോന്നലാണെന്നാണ്. ഈ ലോകം തന്നെ ഒരു മായയാണ്, ഈ ലോകം തന്നെ മിഥ്യയാണ് എന്ന് അവർ പറയുന്നത്. ഇതെല്ലാം ആസുരികമായിട്ടുള്ള സിദ്ധാന്തങ്ങളാണ്, ആസുരികമായിട്ടുള്ള ചിന്താഗതികളാണ്. ജഗതാഹു അനീശ്വരം അപരസ്പര സംഭൂതം, ഒന്നിനും തമ്മിലൊരു ബന്ധമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിന്റെ പുറകിൽ ഒരു കാരണമുണ്ടാകും. കാരണം എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ് സംഭവിക്കുന്നത്. നമ്മൾക്കൊരു ദുഃഖം വന്നു കഴിഞ്ഞാലും നമ്മൾക്കൊരു സന്തോഷം വന്നു കഴിഞ്ഞാലും അതിനൊരു കാരണമുണ്ട്. നമ്മൾ മുൻകാലത്ത് അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ എന്തോ നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്, പുണ്യപ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ജീവിതത്തിൽ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മോശമായിട്ടുള്ള പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് നമ്മൾക്ക് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്, ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. പക്ഷെ ആ ഒരു കർമ്മസിദ്ധാന്തത്തിൽ അവർ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് എല്ലാം യാദൃച്ഛികമായി സംഭവിക്കുന്നു. അതങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ സാധിക്കും. അപ്പോൾ എല്ലാത്തിന്റെയും പുറകിൽ ഒരു കാരണമുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാൻ
സാധിക്കുന്നില്ല. അപരസ്പര സംഭൂതം എല്ലാം യാദൃശ്ചികമായി സംഭവിക്കുന്നു. അല്ലെങ്കിൽ അത് ഭാഗ്യം കൊണ്ട് സംഭവിച്ചു എന്ന് പറയും. ചില ആളുകൾ ഭാഗ്യം കൊണ്ട് സംഭവിച്ചു എന്ന് പറയും. ഭാഗ്യം കൊണ്ടല്ല യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എല്ലാം ഭഗവാന്റെ മേൽനോട്ടത്തിലാണ് സംഭവിക്കുന്നത്. അതെല്ലാം നമ്മുടെ പൂർവ്വകർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ആ ഒരു കർമ്മ നിയമത്തിൽ അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അപരസ്പര സംഭൂതം, ഒന്നിനും ഒരു കാരണമില്ല എന്നാണ് പറയുന്നത്. ഒരു കുട്ടി ഉയർന്ന കുടുംബത്തിൽ, ഉയർന്ന വിദ്യാഭ്യാസമുള്ള, ഉന്നത സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിക്കണമെങ്കിൽ അതിന് കാരണമുണ്ട്. ആ കുട്ടി അതിനനുസരിച്ചുള്ള പുണ്യകർമ്മങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിക്കുന്നത്. ഒരു കുട്ടി ഒരു ഭക്തന്റെ കുടുംബത്തിൽ ജനിക്കുന്നതിന് കാരണമുണ്ട്. പൂർവ്വജന്മത്തിൽ ഭക്തി ചെയ്യാൻ ശ്രമിച്ചത് കൊണ്ടാണ് അത് തുടർന്ന് ചെയ്യാൻ വേണ്ടി ഭക്തന്റെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്. ഒരു കുട്ടി അംഗവൈകല്യത്തോടു കൂടി ജനിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട്. അല്ല, അങ്ങനെ ഒരു കർമ്മം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ജനിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള കാരണമുണ്ട്. ഓരോന്നിനും കാരണമുണ്ട്. പക്ഷെ ആ ഒരു കാരണത്തിൽ വിശ്വസിക്കാൻ അവർ ഒരിക്കലും തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അത് യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്, അല്ലെങ്കിൽ അതങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് അവർ പറയും. കൃത്യമായിട്ട് ഒരു കാരണം പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അതാണ് അപരസ്പര സംഭൂതം. എല്ലാം യാദൃച്ഛികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. കിമന്യ കാമഹൈതുകം. നമ്മളൊരു കാര്യം നോക്കിയാൽ മതി. എന്ത് നോക്കിയാൽ മതി? നമ്മുടെ എന്താണോ ആഗ്രഹം അത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ വേറെ കാര്യമൊന്നും നോക്കണ്ട. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ട് ജീവിക്കുക. നമ്മളെ മനസ്സിൽ എന്താണോ ആഗ്രഹം തോന്നുന്നത് അതുപോലെ അങ്ങോട്ട് ജീവിക്കുക. നമ്മുടെ ആഗ്രഹമല്ലാതെ ഈ ജീവിതത്തിൽ വേറെ നിയമങ്ങളൊന്നുമില്ല, വേറെ പോളിസി ഒന്നുമില്ല, വേറെ ആരെയും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് അവർ വിചാരിക്കുന്നത്. ഇത് അസുരിക ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫിയാണ്. അവരുടെ ജീവിതത്തിന്റെ പോളിസി ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ലോകത്തിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടിക്ക് പിന്നിൽ ഈശ്വരനൊന്നുമില്ല. ജഗതാവ് അനീശ്വരൻ. അപരസ്പര സംഭൂതം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമൊന്നുമില്ല. അതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. ദുഃഖങ്ങളും ദുരിതങ്ങളും സന്തോഷവും ഒക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അങ്ങനെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. അതെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ് എന്നവര് പറയും. കിമന്യ കാമഹൈതുകം. നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? നമ്മുടെ ആഗ്രഹം മാത്രം നോക്കി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിച്ചാൽ മതി എന്നാണ് അസുരന്മാര് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കലിയുഗത്തിൽ പ്രധാനമായിട്ടുള്ള ഒരു ചിന്താഗതി ഇത് തന്നെയാണ്. അല്ല, എല്ലാവരും പറയുന്നത് ഇതിന് വിപരീതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാലാണ് ആളുകൾക്ക് വലിയ അത്ഭുതമാണ്. അവരൊറ്റപ്പെട്ടു പോകും. ഈ ആസുരികമായിട്ടുള്ള ചിന്താഗതിക്ക് വിപരീതമായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയും. കലിയുഗത്തിന്റെ ഒരു എഫക്റ്റ് ആണ്. 99% ജനങ്ങൾ കലിയുഗത്തില് ആസുരിക സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ ആസുരിക സ്വഭാവമാണ് എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അവർക്കത് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഭഗവാൻ അതിലൊരു മാറ്റവും വരുത്തുന്നില്ല. എല്ലാ കാലത്തും ആസുരിക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. അസത്യം, പ്രതിഹതം, ജഗതാഹു അനീശ്വരം, അപരസ്പര സംഭൂതം, കിമന്യ കാമഹൈതുകം. കാമമാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം. അതിൽ തന്നെ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും സ്ത്രീ പുരുഷ ആകർഷണം. അതിനു വേണ്ടിയിട്ടാണ് ജീവിതം എന്നാണ് അവർ വിചാരിക്കുന്നത്. വേറെ ജീവിതത്തിന് ലക്ഷ്യമൊന്നുമില്ല. കാമം മാത്രമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്നാണ് അവർ വിചാരിക്കുന്നത്. അതിന്റെ അപ്പുറത്തേക്കൊന്നും കാണാൻ അവർക്ക് സാധിക്കുന്നില്ല. അതാണ് അവരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന സിദ്ധാന്തം, ആസുരികമായിട്ടുള്ള സ്വഭാവം. ഈ ഒരു ചിന്ത വെച്ചിട്ട് അവർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെ പ്രവൃത്തികളാണ് അവർ ചെയ്യുന്നത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ വിശദീകരിക്കുന്നുണ്ട്. അവരുടെ പ്രവൃത്തികളെ കുറിച്ചും അവരുടെ പ്ലാനുകളെ കുറിച്ചും ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ വായിച്ച 2 ശ്ലോകത്തിൽ എന്തെങ്കിലും കൂടുതൽ ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ പറയും.
അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയും. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകം കൂടി വായിക്കാം. 4ാമത്തെ ശ്ലോകം. ഏതാം ദൃഷ്ടിമവിഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധിയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോ അഹിത. അസുര സ്വഭാവികൾ ഇങ്ങനെയുള്ള ഒരു ഫിലോസഫി വെച്ച്, എനിക്ക് ആരെയും ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ഈ ലോകത്ത് ഒരു ഈശ്വരനൊന്നുമില്ല, ഈ ലോകത്തിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, എന്താണോ എന്റെ ആഗ്രഹം അതിനനുസരിച്ച് പ്രവർത്തിക്കാം, അതാണ് എന്റെ പോളിസി. ഈ പോളിസി വെച്ചിട്ട് ആസുരിക സ്വഭാവികൾ എന്തൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് 9ാമത്തെ ശ്ലോകത്തിൽ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം നമുക്ക് വായിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ആരാണ് വായിക്കുന്നത്? ഹരേ കൃഷ്ണ പ്രഭുജി. ഗീത മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മനോ അല്പബുദ്ധയഃ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാഃ. വിവർത്തനം. ഈ നിഗമനങ്ങളെ പിന്തുടർന്ന് സ്വയം നഷ്ടപ്പെടുന്നവരും അസുരന്മാരുമായ ഈ അല്പബുദ്ധികൾ ലോകനാശകരങ്ങളായ കൊടും ക്രിയകളിൽ ഏർപ്പെടുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് ജി. ആസുരഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇക്കൂട്ടർക്ക് ബുദ്ധി കുറവാണെന്ന് ഭഗവാൻ പ്രസ്താവിക്കുന്നു. ഈശ്വരൻ എന്തെന്നറിയാത്ത ഭൗതികവാദികൾ തങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവർ ബുദ്ധിഹീനരും ബോധശൂന്യരുമാണെന്ന് ഭഗവത്ഗീത പറയുന്നു. ഈ ഭൗതിക ലോകം ആവുന്നത്ര ആസ്വദിക്കാൻ അവർ ശ്രമിക്കുന്നു. അതിനുവേണ്ടി ഇന്ദ്രിയ സുഖലബ്ധിക്കുതകുന്ന എന്തെങ്കിലും ഉപാധികൾ കണ്ടുപിടിക്കുന്നതിൽ സദാ ഏർപ്പെട്ടിരിക്കുന്നു. അത്തരം ഭൗതികങ്ങളായ കണ്ടുപിടുത്തങ്ങൾ മാനവ സംസ്കാരത്തെ മുന്നോട്ട് നയിക്കുമെന്നാണ് അവർ കരുതുന്നത്. ഫലമോ ജനങ്ങൾ അധികം അക്രമാസക്തരും നിഷ്ഠൂരരുമാകുന്നു. മൃഗങ്ങളോടും മനുഷ്യരോടും കൂടുതൽ ക്രൂരത കാട്ടുന്നു. അന്യോന്യം എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് രൂപമില്ല. അസുര സ്വഭാവികളുടെ ഇടയിലാണ് മൃഗഹിംസ മുന്നിട്ട് നിൽക്കുന്നത്. ഇക്കൂട്ടരെ ലോകവൈരികളെന്നാണ് കണക്കാക്കുന്നത്. കാരണം ഈ അസുര പ്രകൃതിക്കാർ ഒടുവിൽ സർവസംഹാരിയായ ഒന്ന് കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കും. ആധുനിക ലോകത്തിന്റെ വൻ നേട്ടമായി കരുതുന്ന അണുആയുധത്തെക്കുറിച്ച് ഈ ശ്ലോകം പരോക്ഷമായി പ്രവചിച്ചിരിക്കുകയാണ്. ഏതൊരവസരത്തിലും മഹായുദ്ധം ഉണ്ടാകാം. അണുആയുധങ്ങൾ നാശം വിതയ്ക്കാം. അവ ലോക സംഹാരത്തിനു വേണ്ടി മാത്രം ഉണ്ടാക്കപ്പെട്ടവയാണ്. ഇതിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഈശ്വര വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് മനുഷ്യ സമൂഹം അത്തരം ആയുധങ്ങൾ കണ്ടുപിടിച്ചത്. ലോകക്ഷേമത്തിനോ സമാധാനത്തിനോ വേണ്ടി അല്ല തന്നെ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു ഗീത മാതാജി. ഹരേ കൃഷ്ണ. അസുര സ്വഭാവികൾ എന്താണ് ചെയ്യുന്നത്, അസുര സ്വഭാവികളുടെ ഫിലോസഫി എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അസത്യം അപ്രതിഷ്ഠത്തെ ജഗതാവോ അനീശ്വരം അപരസ്പര സംഭൂതം കിമന്യത് നാമഹൈതകം. ഈ ലോകത്തിന് പ്രത്യേകിച്ച് നിയമമൊന്നുമില്ല, ഇവിടെ പ്രത്യേകിച്ച് ഈശ്വരനൊന്നുമില്ല. എന്താണോ എനിക്ക് ഇഷ്ടമുള്ളത് അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപരസ്പര സംഭൂതം, ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും തമ്മിൽ യാതൊരു പരസ്പര ബന്ധമൊന്നുമില്ല. തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ, പുണ്യകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നന്മ ലഭിക്കും. ഇതൊക്കെ ഒരു കെട്ടുകഥ മാത്രമാണ്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അതൊക്കെ ചെയ്യാം. അതാണ് അസുരന്മാരുടെ പോളിസി. നമ്മൾ മറ്റുള്ളവരെ ആരെയും പരിഗണിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകുന്നു, സുഖമുണ്ടാകുന്നു, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മൾക്ക് ഇഷ്ടമുള്ളത്, അതങ്ങോട്ട് ചെയ്താൽ മതി. ഇതാണ് ആസുരികമായിട്ടുള്ള മനസ്ഥിതി. ഈ മനസ്ഥിതി വെച്ചിട്ട് ആസുരിക സ്വഭാവികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതാം ദൃഷ്ടിമവിഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയ പ്രഭവന്തി ഉഗ്രകർമാണ ക്ഷയായ ജഗതോ അഹിത. അവര് ഉഗ്രകർമ്മങ്ങളിലാണ് ഏർപ്പെടുന്നത്.
ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ കർമ്മങ്ങളൊക്കെ അവർ ചെയ്യും. അത് മറ്റുള്ളവരെ എത്ര കഷ്ടപ്പെടുത്തുന്ന കർമ്മമാണെങ്കിലും അവരതിൽ ഏർപ്പെടും. ലോകത്തിനെ നശിപ്പിക്കുന്ന പലതരം കണ്ടുപിടുത്തങ്ങളും അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ലെ, ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കാനുള്ള കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇവിടെ ഭഗവാൻ പ്രവചിക്കുന്നുണ്ട് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നു. പ്രഭവന്തി ഉഗ്രകർമാണ് ക്ഷയായ ജഗതോ അഹിത. ഉഗ്രകർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും വലിയ വിഷമം ഉണ്ടാക്കുന്ന പ്രവൃത്തികളാണ്. വലിയ വലിയ ഫാക്ടറികൾക്കകത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടെ വലിയ ചൂടും പൊടിയും അതിന്റെ ഒക്കെ ഇടയ്ക്ക് മനുഷ്യർ പ്രവർത്തിക്കുന്നത് കാണാം. അവരുടെ ആ ജീവശക്തി മുഴുവൻ, ആ ജീവന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യക്തിയുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി അവർ അങ്ങനെ പ്രവർത്തിക്കേണ്ടി വരും. അതെല്ലാം ഉഗ്രകർമ്മമായിട്ടാണ് പറയുന്നത്. സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന് അങ്ങനെ ഉഗ്രകർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നില്ല. മനുഷ്യന്റെ ജീവിതത്തിന് കൃഷി, ഗോരക്ഷ, വാണിജ്യമാണ് പറയുന്നത്. കൃഷി ചെയ്യുക, നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഉത്പാദിപ്പിക്കുക, പശുവിനെ സംരക്ഷിക്കുക, പാല്, നെയ്യ്, തൈര് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഉത്പാദിപ്പിക്കുക. അങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യർ സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഉഗ്രകർമ്മങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടി ഒരുപാട് പേരുടെ ജീവിതം അവരുടെ ആ ജീവിതത്തിന്റെ ശക്തി മുഴുവൻ ഉപയോഗിക്കുകയാണ്. അതാണ് ഉഗ്രകർമ്മങ്ങൾ. ഇന്ന് കാണുന്ന വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉഗ്രകർമ്മത്തിന്റെ ഫലമായിട്ടാണ് എന്ന് വിശദീകരിക്കുന്നത്. കലിയുഗത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി കൂടി വരുന്നുണ്ട്. പ്രഭവന്തി ഉഗ്രകർമ്മമാണ് ക്ഷയായ ജഗതോ അഹിതാണ്. ലോകത്തിനെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. ലോകത്തിനെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് അവർ ഹിതമല്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റു ജീവികൾക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. മറ്റു ജീവികൾക്ക് എത്ര ദുഃഖമുണ്ടായാലും ഒരു കുഴപ്പമില്ല. മറ്റു ജീവികളെ എന്റെ തൃപ്തിക്ക് വേണ്ടി കൊന്നു തിന്നാം. അതിനെന്താണ് കുഴപ്പം? മറ്റു ജീവികളെ എന്റെ തൃപ്തിക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. മറ്റുള്ളവരെ കൊന്നു തിന്നാം, മറ്റു ജീവികളെ കൊന്നു തിന്നാം. അവർക്ക് അഹിതം ഉണ്ടാകുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് പല്ല് തന്നിട്ടുള്ളത്, അതിനു വേണ്ടിയിട്ടാണ് എനിക്ക് നാക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പല്ലും നാക്കും ഒക്കെ ഉള്ളത് കൊണ്ട് അതിനെ കൊന്നു തിന്നാം എന്നാണ് അവർ വിചാരിക്കുന്നത്. അഹിത, മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി, മറ്റുള്ളവർക്ക് അഹിതമായിട്ടുള്ള കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അത് അഹിതമാണെന്ന് ചിന്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ക്ഷയായ ജഗതോ, ഈ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ. അതാണ് ശ്രീല പ്രഭുപാദർ ആറ്റം ബോംബിന്റെ ഉദാഹരണമൊക്കെ പറഞ്ഞിട്ടുള്ളത്. അണ്വായുധത്തിന്റെ ഉദാഹരണം പറഞ്ഞു. അണ്വായുധം കൊണ്ട് ലോകത്തിനെ നശിപ്പിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, അല്ലാതെ ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ലോകത്തിനെ സംരക്ഷിക്കാനോ ലോകത്തിന്റെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുത്തുവാനോ അണ്വായുധത്തിന് സാധിക്കുന്നില്ല. ലോകത്തിനെ നശിപ്പിക്കാൻ മാത്രമാണ് അതുകൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് അവര് ചെയ്യുന്നത്. പ്രഭവന്തി ഉഗ്രകർമാണ് ക്ഷയായ ജഗതോ അഹിത. ഉഗ്രകർമ്മം എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ എല്ലാ കഴിവുകളെയും കൂട്ടിയെടുക്കുന്ന ഫാക്ടറികൾ. ക്ഷയായ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ മുഴുവൻ നശിപ്പിക്കുന്ന ആറ്റം ബോംബുകളെ പോലെയുള്ള കണ്ടുപിടുത്തങ്ങൾ. അഹിത, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ. ഇതാണ് അസുര സ്വഭാവികൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞത്. അസുരിക സ്വഭാവത്തിലുള്ള ആളുകൾ കൂടുന്നവരും എങ്ങനെയുള്ള കർമ്മങ്ങളാണ് സമൂഹത്തിൽ കൂടുന്നത്. സമാധാനപരമായിട്ട് ജീവിക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇന്ന് വായിച്ച ശ്ലോകങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും സംശയമുണ്ടോ? അസുരിക സ്വഭാവമുള്ള ആളുകൾ ആരാണെന്ന് മനസ്സിലായത്? അസുരന്മാർ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് അസുരന്മാർ
നമ്മൾ പുരാണ സീരിയലിലൊക്കെ അസുരനെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ്? കൊമ്പും അതേപോലെ വലിയ പല്ലും ഒക്കെയുള്ള ആളുകളായിട്ടാണ് അസുരന്മാരെ കാണുന്നത്, അല്ലെ? പക്ഷെ ഭഗവാൻ വിവരിക്കുന്ന അസുരന്മാര് അങ്ങനെയല്ല. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ആസുരികമായിട്ടുള്ള ചിന്താഗതിയൊക്കെ ഉണ്ടാകാം. അതിനെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പുറത്ത് കാണുമ്പോൾ നമ്മൾക്ക് അസുരനെയും ദേവനെയും ഒന്നും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അവരുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് അസുരനാണോ ദേവനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത്. യെസ്. അപ്പൊ അടുത്ത ശ്ലോകം നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ ഗുരുവേ. അംബിക മാതാജി പറഞ്ഞോ. ഹരേ കൃഷ്ണ.